ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. ബിഗ് ബോസ് സീസൺ 7 ഇപ്പം ഇന്ന് ലൈവിൽ കാണിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. ഇന്ന് അവർക്ക് ടാസ്കോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് ഡേ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഇന്ന് ജയിൽ നോമിനേഷൻ ആൻഡ് ക്യാപ്റ്റൻസി നോമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. രാവിലെ മോർണിംഗ് ടാസ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോയാൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണ്? പലരും പല കാര്യങ്ങളും മിസ് ചെയ്യുന്നു പറഞ്ഞു. ലാലേട്ടനെ മിസ് ചെയ്യുന്നെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി മിസ് ചെയ്യുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നീട് വന്നിരുന്നത് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ടൊരു ഗ്രൂപ്പ് കളിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വോട്ട്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനീഷിനും അനുമോൾക്കുമാണ്. അനീഷ് ഇപ്പം 4ാമത്തെ തവണയാണ് ജയിലിൽ പോകുന്നത്. സത്യം പറഞ്ഞ ഒരു പാവം തോന്നി. ബിക്കോസ് വേറെ ആൾക്കാരെ പറയാം, നെവിനെ പറയാമായിരുന്നു. കാരണം അനുമോളിനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനീഷ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്ക് ഫുൾ ടാസ്ക് നല്ലപോലെ ചെയ്തു. അനീഷിനെ പറ്റി പറയുന്ന ഒരു റീസൺസ് എന്ന് പറഞ്ഞാൽ ഒട്ടും റീസൺസ് ഇല്ലാത്ത കാര്യങ്ങളാണ് അനീഷിനെ പറ്റി പറഞ്ഞത്. അപ്പം അനീഷിനും അതായത് ഒരു ഗ്രൂപ്പ് അറ്റാക്കായിരുന്നു, ഗ്രൂപ്പ് കളിച്ചതാണ് സത്യം പറഞ്ഞാൽ. ആദിലായും നെവിന്, അക്ബർ, അങ്ങനെ ആര്യൻ, ഇതെല്ലാം ഗ്രൂപ്പ് കളിച്ചിട്ടാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ പോകുന്നത്. പിന്നെ മെയിൻലി അനീഷിൻ്റെ കാര്യം പറഞ്ഞത് ഫിസിക്കൽ അസോൾട്ടിൻ്റെ കാര്യമായിരുന്നു. അതായത് അക്ബറിനെ കയറി കടിച്ച കാര്യമാണ് മെയിൻലി എല്ലാവരും പറയുന്നത്. ടാസ്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനുമോളെ പറ്റി പറയാനായിട്ട് ആ ഒരു ഇഷ്യൂ മാത്രമാണ് അനുമോളെ പറ്റി പറഞ്ഞത്. പിന്നെ കേർഡിൻ്റെ കാര്യം, പാലിൻ്റെ കാര്യം, എന്തൊക്കെയോ റീസൺസാണ് അനുമോളിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോകുന്നത് അനീഷും അനുമോളുമാണ്. പിന്നീട് നമുക്ക് പറഞ്ഞത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ഗ്രൂപ്പ് കളിയാണ് കളിച്ചത്. അങ്ങനെ ഗ്രൂപ്പ് ആയ നെവിൻ, ആര്യൻ, അക്ബറാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. നെവിനെ കുറിച്ച് പറഞ്ഞത് എന്താ പറയുക, കിച്ചൺ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം സത്യം പറഞ്ഞാൽ ഷാനവാസ് ഒട്ടും വയ്യാതിരുന്നിട്ട് കൂടിയും കിച്ചൺ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോൾ പോയിട്ടും കിച്ചൺ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് ആരും കാണുന്നില്ല, ബിക്കോസ് ഗ്രൂപ്പ് കളിയാണല്ലോ കളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ജയിൽ നോമിനേഷനിലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. നൂറയാണെങ്കിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് വിത്ത് പേഴ്സണൽ ഗ്രഡ്ജ്. ആ പൂമ്പാറ്റകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറിയിരുന്ന് കുറ്റം പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എനിവേ, അപ്പം അതിന് ശേഷം അനുമോളും ഷാനവാസും തമ്മിൽ ഒരു കോൺവേഴ്സേഷൻസ് ഉണ്ടായിരുന്നു. അനീഷിനെ നോമിനേറ്റ് ചെയ്തതിന് ഒരു കാര്യമില്ലായിരുന്നു. ഇത്രയും ദിവസങ്ങളായിട്ട്, ഇത്രയും ആഴ്ചകളായിട്ട് അനീഷിലെ പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ചെയ്തത് ശരിയായില്ല എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നമ്മളൊക്കെ വെറും കറിവേപ്പിലയായി, ഇനിയിപ്പോൾ നമ്മളൊന്നും ആർക്കും വേണ്ട. ബിക്കോസ് ഇപ്പം ആദില നൂറയുടെ ഇപ്പോൾ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തായാലും 76 ദിവസമായി, ഇനിയിപ്പം ഷാനവാസിൻ്റെയോ അനുമോളുടെയോ ഒരു ഹെൽപ്പ് വേണ്ട അവർക്ക് നിൽക്കാൻ, ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും എന്നപ്പോൾ ആദ്യമേ അവർ ചെയ്യണമായിരുന്നു. ആർക്കാണ് കൂടുതൽ സപ്പോർട്ടുള്ളത് അവരുടെ മേലോട്ട് പോകുമായിരുന്നു ആദിലയും നൂറയും. കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞത് കാരണം ഷാനവാസിന് ഒട്ടും ഭയങ്കര നെഗറ്റീവാണ് പുറത്തുനിന്ന് വിചാരിച്ചിട്ട് ഇവർ നേരെ ഉൾട്ടാ തിരിഞ്ഞു. ഇന്നലെ രാത്രിയാണെങ്കിൽ തന്നെയും ഷാനവാസിനെ വാഴ, അമ്മായി എന്ന് കുറേ തെറികളും കാര്യങ്ങളൊക്കെ ഷാനവാസിനെ വിളിച്ചു. അനുമോളയാണെങ്കിൽ കുലസ്ത്രീ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സോഫയിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ഇപ്പം മലയാളക്കാരിപ്പം യോജിക്കുന്നുണ്ടാവും. ലക്ഷ്മി പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഇവനെ എൻ്റെ വാഗോണ്ട് പറയുന്നില്ലെങ്കിൽ കൂടിയും എനിക്കും അത് മനസ്സിലാവുന്നുണ്ട്. അവരെ കയറ്റാൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം മാറിയിരുന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് ഭയങ്കര മോശമായൊരു കാര്യമാണ്. ഇവൻ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, കാരണം അവരർഹിക്കുന്നില്ല ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബ്രദറിനെ അവരർഹിക്കുന്നില്ല. ബിക്കോസ് സ്വന്തം പേരൻസിനെ പോലും അവർ മാറ്റി എന്താ പറയുക, വൃത്തിയോട് പറഞ്ഞ ആൾക്കാർ ഷാനവാസ് എന്ന് പറഞ്ഞൊരു ബ്രദറിനെ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. എനിവേ, ഇപ്പം അവരുടെ കളി അങ്ങനെ പോകട്ടെ. നമുക്കറിയാം ഇന്നത്തെ വൈകുന്നേരത്തോടെ നമുക്ക് ന്യൂസ് അറിയാൻ പറ്റും, എന്താണ് ഈ എവിക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. നമുക്ക് എന്തായാലും നോക്കാം. നാളെ മറ്റന്നാളൊക്കെ എപ്പിസോഡുകളുണ്ട്. ആരാ പുറത്ത് പോകുന്നു, ഒട്ടും ഡിസേർവിങ് ആയിട്ടില്ലാത്തവർ പുറത്ത് പോകണം എന്നാണ് എൻ്റെ മെയിൻ ഇത്. അല്ലാതെ ഡിസേർവിങ് ആയിട്ടുള്ളവരെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പുറത്ത് വിടണം എന്നാണ്. അല്ലാതെ PR കളികളെല്ലാം അവിടെ നടക്കേണ്ടത്. എനിവേ, അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ജയിലിൽ ഓൾറെഡി അവരെ വിളിച്ചു, അവർ പോകും.